ഇന്ന് നമ്മൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ചൈന ഗ്രാസും ജെലാറ്റിനും ഒന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിംഗ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് റെഡിയാക്കാനായിട്ട് 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു 4 പീസായിട്ടാണ് ഇതുപോലെ മുറിച്ചെടുക്കുന്നത്. ബാക്കിയുള്ള ബ്രെഡെല്ലാം ഇതുപോലെ തന്നെ മുറിച്ചെടുത്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണ ബട്ടർ ഒന്നും വേണ്ട, വെറുതെ ഒന്ന് ഡ്രൈ ആയിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പുഡിംഗ് പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് മുഴുവനായിട്ട് അടിഭാഗത്ത് നിരത്താൻ ആവശ്യമായിട്ടുള്ളത്ര ബ്രെഡ് പീസ് ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കണം. 2 ഭാഗവും റെഡിയാവുന്ന സമയത്ത് പാനിൽ നിന്ന് മാറ്റിയെടുക്കുക. ബാക്കിയുള്ള 5 പീസ് ഇതുപോലെ തന്നെ ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് പാലെടുക്കുക. നിങ്ങൾ തിളപ്പിച്ച പാലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയതിന് ശേഷം എടുത്താൽ മതി. പിന്നെ കുറച്ച് റെയിൻബോ മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മുഴുവനായിട്ട് പാലെടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് റെയിൻബോ മിൽക്കും കൂടെ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സാക്കി എടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം ഒരു 1.25 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മതിയാകും. പിന്നെ മുകൾ ഭാഗത്തൊക്കെ ഡിസൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ചെയ്യുന്ന അത്രയ്ക്കൊന്നും തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് തിക്കായി കിട്ടിയാൽ മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ കിച്ചൺ മെഷീൻ ഉള്ളതുകൊണ്ട് ഇത് എടുത്തു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എഗ് ബീറ്റർ കൊണ്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി അത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ കയ്യിൽ വെച്ചിട്ട് വിസ്ക് വെച്ച് ചെയ്യുന്നുണ്ടല്ലോ, അത് വെച്ചിട്ടാണെങ്കിലും ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നങ്ങ് തിക്കാക്കി എടുത്താൽ മതി കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ മതിയാകും. നമുക്ക് ഇത്രയ്ക്ക് കട്ടിയായി കിട്ടിയാൽ മതി. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രെഡിൻ്റെ പീസ് മൊത്തത്തിലൊന്ന് വെച്ച് കൊടുക്കുക. സൈഡിൽ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പീസ് ഇട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പാല് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു കൂട്ട് ബ്രെഡിൻ്റെ മുകളിലൂടെ സൈഡിലൂടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതായത് ബ്രെഡ് ഇതിലൊന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് പൈനാപ്പിളിൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതുകൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ്, ഇല്ലെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പ്രൈസ് അധികമൊന്നുമില്ല കേട്ടോ. 100 രൂപയോ 120 രൂപയായിട്ടേ വരുന്നുള്ളൂ നാട്ടിൽ നിന്ന് വാങ്ങിച്ച സമയത്ത്. എല്ലാ ബ്രെഡ് പീസിൻ്റെ മുകളിൽ കുറച്ചൊരു ടേസ്റ്റിന് എത്തുന്ന രീതിയിൽ കുറച്ച് ആക്കി കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മൊത്തത്തിൽ ഒന്നങ്ങ് പരത്തിയാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ എത്തുന്ന പോലെ. ബ്രെഡിൻ്റെ മുകളിൽ അടുത്ത ലെയർ എന്ന് പറയുന്നത് പഴമാണ്. നല്ല പഴുത്തിട്ടുള്ള ഇതുപോലത്തെ ഒരു 2 റോബസ്റ്റ പഴം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക വട്ടത്തിൽ. റോബസ്റ്റ പഴം ആവുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതലുണ്ടാവും. ഇതുപോലെ മുറിച്ചെടുത്താൽ മതി. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് മൊത്തത്തിൽ ഇതുപോലെ നന്നായിട്ട് അടുത്തടുത്ത് വരുന്ന രീതിയിൽ നിരത്തി കൊടുക്കാം. ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ ആക്കി കൊടുക്കാം. ഈ ഒരു വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച ശേഷം ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ സമയത്തൊന്നും ഇടുന്നില്ല. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് 2 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റായി നല്ല തണുത്തിരിക്കുന്നുണ്ട് ഇത്. ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ വറുത്തെടുത്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ മുൻപ് ഒരു പുഡിംഗ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഒരു 1/2 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ കൂട്ടിയിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അത്യാവശ്യം ഒന്ന് കളറ് മാറുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ കൂട്ടിയിട്ട് വറുത്തെടുത്ത തേങ്ങയാണ്. ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതെന്തായാലും ഇതിൽ നിന്ന് സ്കിപ്പാക്കരുത്, കാരണം നല്ല ടേസ്റ്റാണ് ഇത് വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ വരുന്ന സമയത്ത്. അപ്പോൾ അതെന്തായാലും ആ ഒരു വീഡിയോയിൽ നോക്കി ചെയ്താൽ മതി. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാരമൽ ചെയ്തിട്ടുള്ള നട്ട്സ് വേണമെങ്കിൽ അതും കുറച്ച് ഇട്ട് കൊടുക്കുക. അതും നമ്മളെ ബട്ടർസ്കോച്ച് കേക്കിൻ്റെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നട്ട്സ് എങ്ങനെ കാരമൽ ചെയ്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ 2ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ഒരു കാരമലൈസ് ചെയ്തിട്ടുള്ള നട്ട്സും ഇതിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ എത്രയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഈ ഒരു തേങ്ങ വറുത്തിട്ടുള്ളതൊക്കെ നമ്മൾ എപ്പോഴും സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇതിനി ഇങ്ങനെ തന്നെ സെർവ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു വിപ്പിംഗ് ക്രീം നേരത്തെ പറഞ്ഞല്ലോ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എക്സ്ട്രാ എടുത്തിട്ടുണ്ട് എന്നുള്ള 1/4 കപ്പ് വേണ്ടിയില്ല, അത് കുറച്ച് മതിയാകും. അത് നന്നായിട്ടൊന്ന് ഇതുപോലെ തിക്കാക്കി എടുത്തതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ചെറിയൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് പൈനാപ്പിൾ ക്രഷ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ബ്രെഡിൻ്റെ മുകളിലാക്കാൻ, അത് ഇതുപോലെ ചെറിയൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഇത്തിരി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ആ പൈനാപ്പിൾ ക്രഷ് പോലെ തന്നെ കുറച്ചൊരു സ്ട്രോബെറി ക്രഷ് ജസ്റ്റ് കളർഫുള്ളിന് വേണ്ടിയിട്ട് അതും ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് കുറച്ചായിട്ട് മുകളിൽ. ഇത് മിക്സായി കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കാണാനുള്ള ഭംഗി മാത്രമല്ല കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് പുഡിങ്. കഴിക്കുന്ന സമയത്ത് ആ ഒരു അടിഭാഗത്തുള്ള ബ്രെഡോട് കൂടെ തന്നെ ഇതുപോലെ എടുത്ത് കഴിക്കുക. ശരിക്കും ആ ഒരു ബ്രെഡും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നല്ല തണുത്തിരിക്കുന്ന പഴവും അതുപോലെ തന്നെ നമ്മൾ വറുത്തിട്ടുള്ള തേങ്ങയും എല്ലാം കൂടെ ഒന്നിച്ചും കഴിക്കുന്ന സമയത്താണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലേറ്റിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്